എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു ഉലർത്താണ് കേട്ടോ. ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചെമ്മീൻ ഡിഷാണിത്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു 1/4 കിലോളം ചെമ്മീൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് 2 മീഡിയം സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തേക്കണം കേട്ടോ. 2 മീഡിയം സവാളയാണ്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 3-4 പച്ചമുളക്, പിന്നെ ഇഷ്ടാനുസരണം കറിവേപ്പില കേട്ടോ. അപ്പോൾ നമുക്ക് കറിയുടെ പരിപാടി തുടങ്ങിയാലോ. അപ്പോൾ ഒരു മൺചട്ടിയിനകത്തോട്ട് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വെള്ളം, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ കേട്ടോ. പിന്നെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതങ്ങ് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. മൂടി വെച്ച് തിളയ്ക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നല്ലോണം തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രേവി ഒന്ന് വറ്റണം കേട്ടോ. ചാറൊന്ന് കുറുകി വരണം. ചെമ്മീനപ്പം ഒന്ന് വെന്ത് വരും കേട്ടോ. ആ ഒരു സ്റ്റേജിലാണ് നമുക്കിനി ബാക്കി പരിപാടി. അപ്പോൾ വെള്ളം വറ്റണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. മൂടി വെച്ച് കൊടുക്കാം. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതാ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. മുഴുവനായിട്ടും വറ്റിയിട്ടില്ല. അപ്പോൾ ഇതിനകത്തോട്ട് ഇഞ്ചി, പച്ചമുളക് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശകലം വെള്ളമുണ്ട് കേട്ടോ. ആ വെള്ളം നമുക്ക് ആവശ്യമാണ്. നമുക്ക് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ശകലം വെള്ളം ഉണ്ടെങ്കിലേ സവാള നല്ലോണം ആ വെള്ളത്തിൽ ഒന്ന് വേവും. അപ്പം നല്ലോണം ഒന്ന് സവാള മെൽറ്റായിട്ട് ഈ ചെമ്മീനിനോട് ചേരും. അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചെമ്മീൻ ഡിഷാണിത്. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ചേട്ടൻ്റെ അമ്മ ആണ് എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത്. ഇനി അതോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെമ്മീൻ വേവിച്ചത് ഉപ്പ് ചേർത്തിട്ടാണ്. ഇപ്പോൾ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത് കേട്ടോ. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഹൃദയത്തിലോട്ടുള്ള എളുപ്പ വഴി എന്ന് പറയണത് ഫുഡിലൂടെയാണല്ലോ. അപ്പോൾ ഹസ്ബൻഡിനെ സോപ്പിടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പഠിച്ചത്, ഈ റെസിപ്പി. പക്ഷേ നല്ല കിഡു ടേസ്റ്റാണ് കേട്ടോ ഇത്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. ഒന്നുകൂടെ ഒന്ന് ആവാനുണ്ട് കേട്ടോ. അപ്പം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇതിനകത്തോട്ട് നല്ലോണം ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. വേറെ പൊടികളൊന്നും ഇതിനകത്ത് ചേർത്ത് കൊടുക്കണില്ല. ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ കുറച്ച് കുരുമുളക് പൊടി അത്രേ ഉള്ളൂ കേട്ടോ ഇതിനകത്തോട്ട് ചേർക്കാനായിട്ട്. മുളക് പൊടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അത്രയധികം ആർഭാടങ്ങളൊന്നും ഇല്ലാത്തൊരു ചെമ്മീനുലർത്താണ് കേട്ടോ ഇത്. ടേസ്റ്റോ അപാരമാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇതിപ്പോൾ ഇത്തിരി വലിയ ചെമ്മീനാണ്. ഇതിലും പൊടി ചെമ്മീനാണ് ചേട്ടന് ഇഷ്ടം കേട്ടോ. ഇപ്പോൾ ഒരുപാട് നാളായി ഞാനിത് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ചെമ്മീൻ കിട്ടിയപ്പോൾ ഇങ്ങനെ ഒന്ന്
തയ്യാറാക്കി നോക്കിയാണ്. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഒരു 5 മിനിറ്റോളം മൂടി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇളക്കി എടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ അധികം ചേർക്കാത്തത് കൊണ്ട് അടിക്ക് പിടിക്കാനൊക്കെ നല്ല സാധ്യതയാണ്. പിന്നെ മൺചട്ടിയുമാണ്. അപ്പോൾ അതൊന്നും ഉണ്ടാവാതെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഈ മുളക് പൊടിയുടെ ഒക്കെ ഒരു കളറ് മാറി ഒരു ബ്ലാക്കിഷ് കളർ ആവണ വരെയുള്ളൂ നമ്മുടെ പരിപാടികൾ. ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവർ വന്നതുണ്ടല്ലോ, എൻ്റെ അമ്മ എന്താ ടേസ്റ്റ് എന്നറിയോ. ആ ഫ്ലേവർ മണം കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചോറ് തിന്നാൻ കൊതി വരും. അത്ര അടിപൊളി ഡിഷാണ് കേട്ടോ ഇത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നിറയെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ചെമ്മീൻ റോസ്റ്റാണ്. ചെമ്മീൻ റോസ്റ്റെന്നോ ഉലർത്തുന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. താങ്ക് യു.